ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ക്രിസ്തുരാജിൻ്റെ പെരുന്നാളായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ആഫ്രിക്കയിൽ ഞങ്ങൾ പോകുന്ന പള്ളിയിലെ ആഘോഷങ്ങളും വിശേഷങ്ങളുമാണ് കേട്ടോ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടെ സാധാരണ ദിവസങ്ങളിൽ തന്നെ കുർബാന ഭയങ്കര ആഘോഷമാണ്. നമ്മുടെ നാട്ടിലെ സീറോ മലബാർ അല്ലെങ്കിൽ RC റോമൻ കാത്തലിക് കുർബാനയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് കഴിയുന്ന കുർബാന ഇവിടെ നോർമലി 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുക്കും. ഇന്നിപ്പോൾ ഇത് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണിക്കാണ് കഴിഞ്ഞത്. ഈ കാണുന്നത് കാഴ്ച അർപ്പണമാണ് കേട്ടോ. കാഴ്ച കൊടുക്കുന്നവർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 2 സൈഡിൽ വന്നിട്ട് അൾത്താരയിൽ അവിടെ കൊടുത്തിട്ടാണ് പോവുക. പക്ഷേ ഇവർ ഭയങ്കര ഡാൻസൊക്കെ കളിച്ച് സ്ലോലിയേ വരത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ വേഗം വന്ന് കൊടുത്തിട്ട് പോവുക അങ്ങനെയല്ല. ഡാൻസ് കളിച്ച് ഒത്തിരി ആൾക്കാരുണ്ടാവും, വന്ന് ഡാൻസ് കളിച്ച് മെല്ലെ വന്ന് കൊടുത്തിട്ടേ പോകുള്ളൂ. അതുപോലെ തന്നെ കാഴ്ച അർപ്പണവും നമ്മൾ കാണിക്കിടുന്നതെല്ലാം ഇതുപോലെ തന്നെയാണ്. സാധാരണ ഇത്ര കുന്തിരിക്കൊന്നും പോയിക്കാറില്ല. ഇന്നിപ്പോൾ വിശേഷമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി കുന്തിരിക്കം പോയിച്ചിട്ടായിരുന്നു കുർബാന നടത്തിയത്. സാധാരണ ഞായറാഴ്ചകളിൽ 7 മണിക്ക് ഇംഗ്ലീഷിൻ്റെ കുർബാനയും 9:30 ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലുള്ള കുർബാനയാണ് ഉണ്ടാകാറ്. ഇത് പിന്നെ ഇത്രയും വലിയ കുർബാന ആയതുകൊണ്ട് 8 മണിക്ക് എല്ലാ ഒറ്റ കുർബാനയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ കുർബാന നടത്തിയത് കേട്ടോ. ഇതിപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് പ്രദക്ഷിണം പോവുകയാണ്. അതായത് ഇന്ന് ക്രിസ്തുരാജിൻ്റെ പെരുന്നാളാണല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ ഈ രൂപം കൊണ്ടുവരുന്നില്ല, ഇത് നമ്മൾ പ്രദക്ഷിണത്തിന് കൊണ്ടുപോവുകയാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇവിടെ ഭയങ്കര ആഘോഷമാണ്. ഇവരുടെ ഡ്രസ്സിങ്, ഇതിന് ഒത്തിരി ആൾക്കാരുണ്ട്. ഓരോരുത്തർ ഓരോരോ ഇപ്പോൾ മാതൃസംഘടന അല്ലെങ്കിൽ യൂത്ത് അവരൊക്കെ ഓരോരോ യൂണിഫോമിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവരും പ്രദക്ഷിണത്തിന് പോകാൻ റെഡിയാണ്. അങ്ങനെ ഞങ്ങളും ഇതിന് പോകാൻ വേണ്ടി റെഡിയായി കേട്ടോ. നാട്ടിലെ പോലെ തന്നെ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തായിരുന്നു പ്രദക്ഷിണം. കുറച്ച് കഴിഞ്ഞ് ഒരു സൈഡിലേക്ക് മാറി, പിന്നെ ആ സൈഡ് മാത്രം ഒരു സൈഡിൽ കൂടെ വണ്ടി വിട്ടു. ഇവരുടെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ എല്ലാവരും ഡാൻസ് കളിക്കും കേട്ടോ. ആർക്കും ഒരു മടിയില്ല. എത്ര പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും എല്ലാവരും നന്നായി ഡാൻസ് കളിക്കും, മ്യൂസിക് എല്ലാം എൻജോയ് ചെയ്യും. ഞാൻ കരുതിയത് ഇവരുടെ പ്രദക്ഷിണം അധിക ദൂരമൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുറേ ദൂരം പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പം ഒരു 4 റോഡ് കൂടുന്നൊരു കവലയാണ്. ഇവിടെ കുറേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും ഞാൻ വിചാരിച്ച് തിരിച്ചു പോകുന്ന കരുതിയപ്പോൾ പിന്നെയും ഇവർ മുന്നോട്ട് പോവുകയാണ്. അതാണെങ്കിൽ മുടിഞ്ഞ വെയിലും.
ആദ്യമൊക്കെ കുറച്ച് മടിയുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാനും മെല്ലെ അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ സമയം പോയതൊന്നും അറിഞ്ഞില്ല, വെയിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മെല്ലെ ഡാൻസൊക്കെ കളിച്ച് അവരുടെ കൂടെ അങ്ങ് പോയി. അതൊരു എൻജോയ്മെൻ്റ് ആയിട്ട് അങ്ങ് എടുത്തു. അവരും നമ്മൾ ഡാൻസ് കളിക്കാൻ കൂടി ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഗാന ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യമാണെങ്കിലും ഒരു 15%, 20% മുസ്ലിങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന റോഡിൻ്റെ സൈഡിലൊക്കെ മുസ്ലിങ്ങളും ഒക്കെ സ്ത്രീകളും ആണുങ്ങളൊക്കെ നിൽപ്പുണ്ട്. അവരൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അവരും ഡാൻസ് കളിക്കുകയായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. കാരണം അവർ നമ്മളെ പോലെ തന്നെ ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഡാൻസ് കളിച്ചിട്ടാണ് നമ്മളെ കടത്തി വിടുന്നത്. അതുപോലെ തന്നെ കടയൊക്കെ നടത്തുന്നവരൊക്കെ വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കുന്ന എല്ലാവർക്കും. അങ്ങനെ ഒത്തിരി ദൂരം നടന്നു കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഗ്രൗണ്ടെത്തി. അവിടെ പിന്നെ ഈ കൊണ്ടുവന്ന എഴുന്നള്ളിപ്പെല്ലാം അവിടെ വെച്ചിട്ട് കുറേ നേരം അവിടെ പ്രെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ തിരിച്ചു പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടുന്ന് തിരിച്ചു കേട്ടോ. തിരിച്ചു വരുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോഴത്തേക്കും നമ്മളും നല്ല ഇൻട്രസ്റ്റ് ആയി എല്ലാവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഫുൾ ഡാൻസ് കളിയായിരുന്നു. അങ്ങനെ ഇതായപ്പോൾ ഞങ്ങൾ ചർച്ച എത്തിയ കാഴ്ചയാണ് ഈ കാണുന്നത്. ചർച്ചിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചർച്ചിൽ കയറി വീണ്ടും പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന പോലീസ് മേധാവികളും കമാൻഡോ ചീഫുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, ഒന്നും മനസ്സിലായില്ല. അതിനുശേഷം ഫോറിനേഴ്സ് മുന്നോട്ട് വരാൻ പറഞ്ഞിട്ട് എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയും പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.